So after 30, make sure that you're having proper nutrition. If you're a girl going to the gym and you're a beginner, നിങ്ങൾ എത്ര തലയും കുറിച്ച് ശ്രമിച്ചാലും യു വോണ്ട് ബി ഗെറ്റിംഗ് മസിൽസ് ലൈക്ക് ദിസ്. കാരണം നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് വളരെ മൈന്യൂട്ടാണ്. നിങ്ങൾക്ക് മസിൽസ് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ പറ്റും. ഗോ ടു ദി ജിം, മേക്ക് യുവർ സെൽഫ് സ്ട്രോങ്. നിങ്ങളുടെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുക. കാരണം 30+ ശേഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗേൾസിനെയാണ്, മോർ ദാൻ ദ ബോയ്സ്. ഗേൾസിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഗേൾസ് ഒട്ടും ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ കൺസേൺഡേ അല്ല. നിങ്ങൾ 30+ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കുന്നു. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. നിങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കുമ്പോഴും നിങ്ങളുടെ ബോഡി എത്ര വീക്ക് ആയിക്കൊണ്ടിരിക്കും. കാലറി കാൽക്കുലേറ്റർ കാൽക്കുലേറ്റ് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1500 കാലറീസ്, യു ആർ കില്ലിങ് യുവർ ബോഡി. മെറ്റബോളിസം വിൽ ബി സോ സ്ലോ. നിങ്ങൾക്കറിയാം, ഒരു 30+ ശേഷം മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ ഹാവിങ് ദ ബാക്ക് പെയിൻ ഓർ നീ ജോയിൻറ്റ് പെയിൻ. ബിക്കോസ് നമ്മൾ വയസ്സ് കൂടുന്തോറും നമ്മൾ കഴിക്കുന്ന ഫുഡ് ന്യൂട്രീഷൻ ലെവൽ കുറയും. സീസണിനകത്ത് ആവശ്യമുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസും കിട്ടാതാകുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം ബോണിൽ നിന്ന് എടുക്കാൻ തുടങ്ങും, മസിൽസിൽ നിന്ന് എടുക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വീക്കായി തുടങ്ങും. അതാണ് സംഭവിക്കുന്നത്. സോ ആഫ്റ്റർ 30, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹാവിങ് പ്രോപ്പർ ന്യൂട്രീഷൻ. നമ്മൾ കഴിക്കേണ്ട പോലെ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും.